ഇന്ന് നമ്മുടെ യാത്ര കുറച്ച് ലോങ് ആണ്. ആറ്റ്ലിൻ എന്ന് പറയും. BC-യിലാണ് ഈ സ്ഥലം. നമ്മൾ യൂക്കോണിന്ന് BC-യിലേക്കാണ് പോകുന്നത്. BC-യിൽ ആറ്റ്ലിൻ എന്ന് പറഞ്ഞാൽ യൂക്കോണിന് അടുത്തുള്ളൊരു സ്ഥലമാണ്. നമുക്കിവിടുന്ന് ലെഫ്റ്റ് തിരിയണം. ലെഫ്റ്റ് തിരിഞ്ഞ് വൈറ്റ് ഹോഴ്സ് സിറ്റിയിലേക്ക് കയറണം. കയറിയിട്ട് അളിയനെയും കൂട്ടി വേണം പോകാൻ. അളിയനവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോസ്റ്റ് ആയല്ലോ. അളിയൻ്റെ ബൈക്ക് ഇവിടെ ഉണ്ട്. മിക്കവാറും എന്നെ തെറി പറയും. പുള്ളി കുറേ നേരമായി പോസ്റ്റായിട്ട്. ഒത്തിരി ലേറ്റായോ? എത്ര നേരം അളിയുമ്പോൾ നിൽക്കുന്നു? 10:30 ഇറങ്ങുന്നല്ലേ പറഞ്ഞേ? ഇവിടെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ ഷോൾഡർ ചെക്ക് ചെയ്യണം. തല തിരിച്ച് നോക്കണം. മിററിൽ നോക്കിയാൽ മാത്രം പോരാ. അത് ഇവിടുത്തെ ഒരു നിയമം കൂടിയാണ്. നാട്ടിൽ കുഴപ്പമില്ല, നമ്മൾ മിററിൽ മാത്രം നോക്കിയാൽ മതി. പക്ഷേ ഷോൾഡർ ചെക്ക് ചെയ്യുന്നത് ഭയങ്കര എന്താ പറയുക, ഹെൽപ്ഫുള്ളാണ്. നമ്മൾ ചിലപ്പം മിസ് ചെയ്യും. മിററിലെല്ലാം കാണണമെന്നില്ല. ഒത്തിരി അടുത്തുള്ള ആൾക്കാർ ബ്ലൈൻഡ് സ്പോട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റണമെന്നില്ല. സേഫായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി ആക്സിഡൻറ്റ്സ് കുറയും അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ. നമുക്ക് മിററിൽ എല്ലാവരെയും കാണാൻ പറ്റണമെന്നില്ല. നമ്മുടെ ഒത്തിരി ക്ലോസ് ആയിട്ടുള്ള വണ്ടികളൊന്നും ചിലപ്പോൾ മിററിൽ കണ്ടെന്ന് വരില്ല. നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കുന്നത് ഭയങ്കര സേഫാണ്. ഇപ്പം കയറാൻ പോകുന്ന അലാസ്ക ഹൈവേയിലേക്കാണ്. ഇവിടെ നമുക്ക് ലെഫ്റ്റ് തിരിഞ്ഞ് പോകണം. ഓക്കെ, മഴ വരുന്നുണ്ട്. മഴേൻ്റെ കോളം, ചുമ്മാതല്ല, തണുപ്പ്. ഹൈവേ ഒന്ന് റൈറ്റിലേക്ക് തിരിയണം. മഴ വന്നപടി പോയി. ക്ലൗഡി ആയിരുന്നു, പെട്ടെന്ന് തന്നെ മാറി. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. മഴേനെ പേടിക്കേണ്ട കാര്യമില്ല, കാരണം അങ്ങനെ കണ്ടിന്യൂസ് ഒന്നും പെയ്യത്തില്ല. വളരെ റെയറായിട്ട് അങ്ങനെ സംഭവിക്കുള്ളൂ. പെയ്യൊക്കെ ചെയ്യും, പക്ഷേ ഓരോ ഏരിയ അനുസരിച്ചൊക്കെ. നമ്മൾ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിനൊത്തിരി നേരത്തേക്കൊന്നും മഴ കണ്ടിന്യൂസ് ഒന്നും കിട്ടുന്നില്ല. അത് ഒരു കണക്കിന് ഞാൻ മിസ് ചെയ്യും. കാരണം എനിക്ക് നാട്ടിൽ മഴയുള്ള സമയത്ത് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ബൈക്കല്ലല്ലോ, വണ്ടി കാർ ഓടിക്കാനൊക്കെ ഇഷ്ടമാണ്. മഴയത്ത് ഇവിടെ അത് നടക്കില്ല. മഴ പെയ്യും, പക്ഷേ ചാറ്റ മഴ. ആ ഒരു ഫീലില്ല. നാട്ടിലെ മഴേൻ്റെ ആ ഒരു ഫീലില്ല. നമ്മുടെ ഈ കുത്തി ഒലിച്ച് റോട്ടിലൊക്കെ വെള്ളമൊന്നും അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. ഒഴിക്കാലം പെയ്യും, ഒന്ന് നനയ്ക്കും, ഒഴി പോകും, അത്രയൊക്കെ ആവും. റോട്ടിൽ പുല്ല് പോകാനും എല്ലാ പ്രതിഭാസങ്ങളും
ഇതാണ് ഈ യൂക്കോണിൽ താമസിക്കുമ്പോഴുള്ള ഗുണം. അത്യാവശ്യം റൈഡും യാത്രയൊക്കെ ഇഷ്ടമാണെങ്കിൽ ലേക്ക് കണ്ട് ലേക്കും മലയും മഞ്ഞും കണ്ട് വട്ടം ഉണ്ടോ. വെള്ളത്തിൽ കിടന്ന് കളിക്കുക. സായിപ്പ്മാരൊക്കെ വെള്ളത്തിൽ ബോട്ടെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. സായിപ്പ്മാരൊക്കെ അധികം ഇവിടെ സൈഡ് പിടിക്കാനുള്ള പരിപാടിയാണ്, ഒരു ബ്രേക്ക് എടുക്കാനുള്ള പരിപാടിയാണ് തോന്നുന്നു. കരടീനെ പോലെ കണ്ടില്ലല്ലോ അളിയാ. കണ്ടന്റിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി, പക്ഷെ എവിടെ ഞാൻ ആരെ കണ്ടില്ല. സ്വാനുണ്ട്. സ്വാനാണോ ഡക്കാണോ? സ്വാനല്ലേ? ഓ ഒക്കെ പിടിച്ചളിയാ. വ്യൂ ഒക്കെ കിട്ടി. ആ വിൻഡല്ലേ? ഇത് സ്വാനല്ല അളി, അത് വേറെന്തോ. ഇതാ മറ്റേ കച്ചറക്കാരൻ, പ്രശ്നക്കാരൻ പക്ഷിയാ. പോലും കാണുന്നില്ല, എന്താണെന്നറിയില്ല. ഈ പോകുന്ന വഴിക്ക് ഒത്തിരി നല്ല ലൊക്കേഷൻസ് ഉണ്ട് കേട്ടോ. നല്ല ലേക്കിൻ്റെ സൈഡും എന്താ പറയുക, ഉള്ളോട്ടൊക്കെ പോകാൻ പറ്റിയ കുഞ്ഞു ട്രെയിലുകളൊക്കെ കാണും. ഒത്തിരി നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ലക്ഷ്യം കാണാമെന്നുള്ളത് കൊണ്ട്, നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താമെന്നുള്ളത് കൊണ്ട്, എത്തിക്കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് അങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ഇങ്ങനെ പല സ്പോട്ടുകളുണ്ടാകും. ചിലർ ഫിഷിങ്ങിനും ഒക്കെ ആയിട്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട്. അത് ക്യാമ്പിങ്ങിന്, ഫിഷിങ്ങിനൊക്കെ പോയി നോക്കി നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നമ്മൾ തിരിച്ച് വരുമ്പോൾ അങ്ങനെ 2-3 സ്പോട്ടിൽ കയറാം. ഞാനിപ്പോൾ ഒരു 6 വർഷമായി മോട്ടോർ സൈക്കിൾ ഓടിക്കാനുണ്ട്. ഈ വണ്ടി വാങ്ങി ഇപ്പോൾ 1300 കിലോമീറ്റർ ഇപ്പോൾ റീസെൻ്റ്ലി ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ഓടിച്ചതല്ലാതെ അതിന് മുന്നേ 2000 ഗോപ്രോൻ്റെ ചാർജ് തീർന്നുകൊണ്ട് ഇവിടെ എത്തുന്നത് കാണിക്കാൻ പറ്റിയില്ല. ഞങ്ങളിവിടെ സൈൻ ബോർഡിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആറ്റ്ലി, വെൽക്കം ടു ആറ്റ്ലി. വേറെ എന്തൊക്കെയാണ് സൈൻ ബോർഡ് ദൈവത്തിന് അറിയാം എന്താണ്. വായിച്ച് നോക്കാൻ നേരമില്ല, ഇത്രയാണ്. അങ്ങനെ ഞങ്ങൾ ഒരു സ്നാക്ക് കഴിച്ചിട്ട് ബാക്കി ഇവിടുന്ന് വീണ്ടും തുടരും യാത്ര. ഒരു ജീവിനെ പോലെ, ഒരു കുറുക്കനെ പോലും കണ്ടില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ കാണുന്നതായിരുന്നു. ഈ പ്രാവശ്യം ഒന്നുമില്ല. കണ്ടൻറ്റ് ഭയങ്കര വീക്കാണ് അളിയാ. അല്ലേ നമുക്കൊരു കരടിയൊക്കെ റോഡ് സൈഡിലുണ്ടായിരുന്നു, അത് നമുക്ക് ഇതിടായിരുന്നു. എന്താ കവർ ഫോട്ടോ ആയിട്ട്. ഇനിയിപ്പോൾ വേഷം മാറി കരടീൻ്റെ കോസ്റ്റ്യൂം എടുത്തിട്ട് അളിയെ നിർത്തേണ്ടി വരും. ലേക്കിന് സൈഡിൽ ഇവിടെ പോ. എനിക്കറിയില്ല, വഴിയറിയില്ല, ഞാൻ മറന്നുപോയി. പോവാളിയാ. ഇപ്പം ഞങ്ങൾ ആറ്റിലെത്തി. 2 വഴിക്ക് പോകും. അങ്ങോട്ട് പോയാൽ നല്ലൊരു ലേക്കുണ്ട്, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹോട്ട് സ്പ്രിംഗ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ലക്ഷ്യം ഹോട്ട് സ്പ്രിങ്ങിൻ്റെ അടുത്തേക്ക് പോകാനാണ്. അതിനിടയ്ക്ക് എവിടെയെങ്കിലും നിർത്തി ഞങ്ങളുടെ കയ്യിലുള്ള സാൻഡ്വിച്ച് കഴിക്കണം. വിശക്കാൻ തുടങ്ങി. വരുന്ന വഴിക്ക് ക്യാമറേൻ്റെ ബാറ്ററി തീർന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല.
അതുകൊണ്ട് കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ റിട്ടേണിൽ പിടിക്കാം. ആ ഭാഗം കൂടി ഞാൻ കവർ ചെയ്യാം തിരിച്ചു പോകുമ്പോൾ. കുറച്ച് വിഷ്വൽസ് മിസ്സായി. ഇതിന് മുന്നേ ഇവിടെ വന്ന സമയത്ത് ഇവിടുന്ന് ഞാൻ കരീബുവിനെ കണ്ടായിരുന്നു. എന്നാരുമില്ല. അളിയൻ പറഞ്ഞ പോലെ അളിയനെ വേഷം കെട്ടി നിർത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നിനും കാണുന്നില്ല. നാട്ടിലെപ്പോഴും ബൈക്ക് ഓടിച്ച് നടന്ന ഒരാളാണ് ഞാൻ. ബൈക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. റൈഡ് പോകാനും ഒറ്റയ്ക്കായിരുന്നു കേട്ടോ. അധികം അങ്ങനെ ഗ്യാങ്ങായിട്ടൊന്നും പോകുന്ന ആളല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒറ്റയ്ക്ക് അങ്ങനെ പോയാൽ സേഫല്ല. ഈ കാട്ടുമുക്കിലധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ല കരടിയും പിടിച്ചാൽ നാട്ടിലേക്ക് ഒന്ന് വിളിച്ച് പറയാൻ പോലും ആരും ഉണ്ടാവില്ല. നാട്ടിലങ്ങനെ ഗ്രൂപ്പ് റൈഡൊന്നും ഞാൻ പോകാറില്ലായിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പരിപാടിയായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വേറെ ആയതുകൊണ്ട് ഒറ്റയ്ക്ക് പോകുന്നത് സേഫും അല്ല. അടുത്തൊക്കെ പോകാം. പക്ഷെ ഒത്തിരി ദൂരേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. ഹൈവേ കൂടി ആണെങ്കിൽ പോലും അധികം വണ്ടികളൊന്നുമില്ല. ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അധികം ആളുകളൊന്നും ഉണ്ടാകത്തില്ല. കണ്ടു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. എന്തായാലും 911 വിളിക്കുക. എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ വല്ല കരടിയും പിടിച്ചു കഴിഞ്ഞാൽ അറിയത്തില്ല. അപ്പോൾ ഓൾവേസ് ആരെങ്കിലുമൊക്കെ കൂടെ പോകുന്ന സേഫ്. പറഞ്ഞ പോലെ അഡ്വഞ്ചർ ബൈക്ക് ഉള്ളതുകൊണ്ടുള്ള ഗുണമാണ്. അതുപോലെ ഇങ്ങനെ റോഡ് പണി നടക്കുന്നു, ഗ്രാവൽ റോഡ്സിൽ കൂടിയൊക്കെ. ഇവിടെ നല്ല ലൂസായിരുന്നു. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. ഇങ്ങോട്ടോ നേരെ ഹോട്ട് സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻ്ററിലൊക്കെ എത്ര തണുപ്പാണെങ്കിലും അവിടെ ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കും. ചൂടുവെള്ളം എന്ന് വെച്ചാൽ തിളച്ച് മറിയുന്ന വെള്ളം ഒന്നല്ല, അത്യാവശ്യം ചൂടുള്ള വെള്ളം, ഫ്രീസാകത്തില്ല. അപ്പം അങ്ങനത്തെ വെള്ളം ഉള്ള ചെറിയൊരു എന്താ പറയുക ഉറവ, ചെറിയ വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സ്ഥലമാണ്, സ്പോട്ടാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതിൻ്റെ ചുറ്റും ഭയങ്കര ഗ്രീനറി ആയിരിക്കും. ഞാൻ കാണിച്ചു തരാം ആ സ്ഥലം. ഞാനിവിടെ വന്നിട്ട് ഇങ്ങനത്തെ സംഭവം കാണുന്നു. ഇവിടെ ഞാൻ ഇതിനു മുന്നേ എനിക്ക് തോന്നുന്നൊരു 1-2 തവണ വന്നിട്ടുണ്ട്. 2 കൂടുതൽ തവണ വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല. ഞാൻ അവിടെ വന്നിട്ട് പ്രായം ഇവരല്ലേ, ഓർമ്മകളൊക്കെ മോശമായി തുടങ്ങി. 2 തവണ എന്തായാലും വന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പാണ്. ആ, നമുക്കൊരാളൊഴിഞ്ഞ സ്ഥലത്തങ്ങ് നിർത്തിയാലോ? ഓക്കെ. ആ, ആദ്യമായിട്ടോ ഇവിടെ വന്ന് ഇത്ര ആളെ കാണുന്നത്. ആൾക്കാർക്ക് ഒരു പണിയില്ലേ? വെള്ളം കണ്ട സായിപ്പ്മാർക്ക് ഭ്രാന്താ.
പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ്, ഞാൻ ആ സൈന് നോക്കി നല്ല പോവാം. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഹോട്ട് സ്പ്രിങ് ഉള്ളത്. നോക്കാം, എനിക്ക് തോന്നുന്നു അധികം ദൂരമില്ല, എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. നോക്കാം നമുക്ക്. വാം സ്പ്രിങ് 100 മീറ്റർ. ഓക്കെ, സോ 100 മീറ്ററിൽ ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ കാണോ? ഇതാട്ടോ അവിടെ നല്ല തിരക്കാണല്ലോ. അയ്യോ, വലിയൊരു ടീം ക്യാമ്പിംഗ് ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ ആ പറഞ്ഞ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ട് ആറ്റ്ലൻഡിൽ എത്തിയിട്ട് അവിടുന്ന് കുറച്ച് നേരം വാങ്ങി നോക്കി കറങ്ങി കഴിഞ്ഞ് നടന്നിട്ട് എന്തെങ്കിലും ഒന്ന് കുടിക്കാനും വാങ്ങി കഴിക്കാനും വാങ്ങി നേരെ തിരിച്ച് വീട്ടിലേക്ക്. അതാണ് പ്ലാൻ. ഇവിടെ ഒരു നൈസ് സ്ഥലമുണ്ട് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തോട്. ഇവിടെ ക്രീക്ക് എന്ന് പറയും സായിപ്പന്മാർ, നമ്മൾ തോടെന്ന് പറയും. അറിയത്തില്ല ക്യാമറയിൽ കാണാൻ പറ്റിയാണ്, പക്ഷെ രസമുണ്ട്. നമ്മുടെ പാറയ്ക്കകത്ത് കൂടിയൊക്കെ വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ചു പോകുന്ന പോലത്തെ സെറ്റപ്പ്. അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന സ്ഥലം. ഇവിടുത്തെ ഏറ്റവും എന്താ പറയുക ആളുകളുടെ ഫേവറേറ്റ് സ്ഥലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നേരെ പോകണം. നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് തിരിഞ്ഞാണ് വന്നത്. ഇവിടുന്ന് നമ്മൾ അവിടുന്ന് വരുമ്പോൾ ലെഫ്റ്റ് എടുത്ത് പോയി നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് നേരെ പോയിരുന്നത് തൊട്ടടുത്ത് തന്നെയായിരുന്നു. ഞാൻ അവിടുന്ന് ഇതാണ് ഇവിടുത്തെ കുഞ്ഞ് അങ്ങാടി. ഒരുപാട് കടകളൊന്നുമില്ല, വളരെ കുറച്ച് കടകളേ ഉള്ളൂ. കുടിക്കാനും ചെറിയ കഴിക്കാനൊക്കെ ബർഗർ അങ്ങനത്തെ കുറച്ച് ഫുഡൊക്കെ കിട്ടും. അത്യാവശ്യം എന്തൊക്കെയോ കഴിക്കാൻ കിട്ടുമായിരുന്നു തോന്നുന്നു. ഇതിലേ ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ പോകാം, കുറച്ച് റോഡുണ്ട്. നമുക്ക് ഇതിലെ ഒന്ന് വട്ടം കറങ്ങി നമുക്കൊന്ന് ഡ്രോണും പറപ്പിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് നല്ല റിട്ടേൺ അടിക്കാം അല്ലേ? അത്രേ ഉള്ളൂ.
പോവാം. Is it prepaid now? No. Yeah, I mean, you want premium? Yeah. Okay, yeah. Just pump number 3 here. Mhm. Fill it up and then come on inside. Okay, thank you so much. You're welcome. അങ്ങനെ നമ്മൾ യൂക്കോണിലേക്ക് കയറിയിരിക്കുകയാണ്. DC കഴിഞ്ഞു. ഒരാളെ ഞാൻ മിസ്സായി. ഞാൻ അവനെ ഒന്ന് ക്യാമറയിൽ പിടിച്ചിട്ട് വരാം, അത് കാണിച്ചു തരാം കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇന്ന് കണ്ടന്റ് കിട്ടാണ്ട് തെണ്ടിപ്പോവല്ലോ. കുഞ്ഞ ഹലോ ബഡി. ഹലോ, പേടിക്കണ്ട, ഞങ്ങൾ പ്രശ്നക്കാരല്ല. തിരിച്ചു പോകുന്ന വഴിക്ക് ഹൈവേയിൽ ഇങ്ങനെ പോകുന്ന ക്ലിപ്പ് കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നേരെ ഉറങ്ങി പോകാൻ നോക്കിയാണ്. ഓവർടേക്ക് ലേക്ക് കണ്ട് എല്ലാവർക്കും വട്ടായി കാണുമല്ലേ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് കാണിക്കും. കുറേ ദൂരെ പോയി അവിടെയുള്ള ലേക്ക് കാണിക്കും, കുറച്ചടുത്ത് പോയിട്ട് അവിടെയുള്ള ലേക്ക് കാണിക്കാം. ഈ കുറേ ദൂരെ നമുക്കൊരു അടുത്ത് നമുക്ക് ഡോസ്റ്റണിലേക്ക് പ്ലാൻ ചെയ്യാൻ ട്രിപ്പ്. ഞാൻ അവിടെയുള്ള കുറച്ച് ലേക്കുകൾ കാണിക്കാം. പോകുന്ന വഴിക്ക് കിട്ടിയാൽ വല്ല മോസിനെയോ കരികൂണിയോ ഈ പറഞ്ഞ പോലെ നേരത്തെ കണ്ട പോലെ ബെയറിനെയൊക്കെ കാണുവാണെങ്കിൽ കാണിക്കും. പിന്നെ കുറച്ച് ലാൻഡ്സ്കേപ്പ് മാറും. ഒരു പ്രാവശ്യം എനിക്ക് അലാസ്കേൻ്റെ ബോർഡർ വരെ പോകണമെന്നുണ്ട്. US വിസ കിട്ടിയിട്ട് നമുക്ക് അലാസ്കയും കൂടി എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ചെല്ലുമ്പോൾ കടലും കൂടി കാണും. അതൊക്കെ തന്നെ. മൊത്തം കാടും കുന്നും മലകളും കായലുകളും നിറഞ്ഞ ഒരു സ്ഥലം. മൗണ്ടൻസിൻ്റെ മുകളിൽ പോകുന്നത്
നമുക്കൊരു ദിവസം സെറ്റാക്കാം. മൗണ്ടൻ ബൈക്ക് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ദിവസം പോവാം. അന്ന് ഞാൻ ക്യാമറ എടുത്ത് പോകാം. കാരടി പിടിച്ചില്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഏകദേശം മലേൻ്റെ മുകളിലേക്ക് നടന്നും സൈക്കിൾ തള്ളിയും സൈക്കിൾ ഓടിച്ച് പോകുന്നതൊക്കെ ഏകദേശം കാണുമ്പോൾ ഏകദേശമൊക്കെ ഒരു ഐഡിയ ഉണ്ട്. കുന്നിൻ്റെ മുകളിലുള്ളൊരു സെറ്റപ്പ് എങ്ങനെയാണ്. അത് നമുക്കൊരു ദിവസം പ്ലാൻ ചെയ്യാം. ഇപ്പോൾ ഈ വിൻ്റർ കഴിഞ്ഞ് നിൽക്കുന്ന സമയം കഴിഞ്ഞോട്ടെ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരടി പിടിക്കും. കാരണം ഈ വിൻ്റർ സമയത്ത് കരടി ഉറക്കത്തിലായിരിക്കും. ഉറക്കം കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞ് പുള്ളിക്ക് ഭയങ്കര വിശപ്പായിരിക്കും. അപ്പോൾ ചിലപ്പോൾ വട്ട് പിടിച്ചിരിക്കുന്ന സമയത്ത് നമ്മളെ കണ്ടു ചിലപ്പോൾ ദേഷ്യം പിടിച്ചാലോ. എന്തിനാണ് വെറുതെ ഐറ്റിങ്ങൾ ദേഷ്യം പിടിപ്പിക്കുന്നത്? അവർ പോയി ബെറീസൊക്കെ തിന്ന് കുറച്ച് പുല്ലൊക്കെ തിന്ന് വയറൊക്കെ നിറഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആവും. അപ്പോൾ നമ്മളെ കണ്ട പുള്ളിക്കാരൻ ഓടിപ്പോയിക്കോളും. വിൻ്റർ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുള്ളിക്ക് ആകെ കിളി പോയിരിക്കുന്ന സമയത്ത്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് നമുക്ക് മൗണ്ടൻ ബൈക്കിന് ക്യാമറ എടുത്ത് പോകാം. അത് സെറ്റാക്കി ഒരു ദിവസം ഈ ലേക്കിൽ നിന്നൊക്കെ ഒരു മോചനം വേണം. മലേൻ്റെ മുകളിലേക്ക് വേണം പിന്നെ ലേക്ക് കാണേണ്ടി വരും. അല്ലാതെ കോമഡി ഒന്നും ഞാൻ കാണുന്നില്ല. അല്ലാതെ നമ്മൾ ഏത് റൈഡ് പോയാലും ഇതൊക്കെ തന്നെ. ഒരുപാട് ട്രെയിലുകളൊക്കെ റോഡിൻ്റെ ഉള്ളോട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ട്രെയിലുകളും കുഞ്ഞു കുഞ്ഞു ക്രീക്കുകളും ലേക്കുകളൊക്കെ ഉണ്ടാവും. ഞാനത് ഇനി ഇവിടെ സ്വാൻ ലേക്ക്, സ്വാൻ ഹെവൻ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു ഇവിടെ. അതിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ സമയം പോകും. അളിയെന്നെ വെച്ച് കീച്ചു പിന്നെ ഒരു സ്ഥലം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ. പക്ഷേ നമ്മളിപ്പോൾ എല്ലാം കൂടി നോക്കിയാൽ ഒരു ദിവസം കൊണ്ട് നടപടിയാവും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സ്പോട്ടുകൾ അതിനായിട്ട് വേറെ ദിവസം ഇറങ്ങും. മഴ അങ്ങനെ വീണ്ടും മഴയിലേക്ക് കടന്നിരിക്കുകയാണ്. മഴയത്ത് ഇങ്ങനെ പോകാൻ ഒരു പ്രത്യേക സുഖമാണ്. ചെറിയ ചാറ്റമഴയൊക്കെ ഒരു കണക്കിന് നല്ല നാട്ടിലെ പോലെ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായ ശക്തമായ മഴയൊന്നും ഇല്ലാത്തൊരു കണക്കിന് നല്ലതാണ്. പിന്നെ ബൈക്കൊക്കെ ഓടിച്ച് പോകുന്നവർക്ക് പ്രശ്നമില്ല. എന്താ പറയുക അങ്ങനെ കുത്തി വലിച്ചു വരുന്ന പോലത്തെ മഴയില്ലാത്തതുകൊണ്ട് അതതിൻ്റെ വഴിക്ക് പോയിക്കോളും. വലിയ ശല്യം വാട്ടർ പ്രൂഫ് ജാക്കറ്റും പാൻസൊക്കെ ഉള്ളതുകൊണ്ട് രസവും കൂടിയാണ്. വീഡിയോ ക്വാളിറ്റി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോന്ന് ലെൻസിൻ്റെ മേലെ വെള്ളം വന്നിട്ട് എൻ്റെ വിശ്വാസം അതിൻ്റെ മേലെ വെള്ളം വെക്കില്ല, അത് പറന്നു പോയിക്കോളുമെന്നാണ്. അറിയത്തില്ല, ഇനി എന്തായാലും വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ കാണാം. വൈറ്റ് ഹോൾസ് എത്താനായി. ഓക്കെ, അപ്പം എന്നാൽ ശരി, ഞാൻ നേരെ വിടും. അളിയൻ വഴിതെറ്റിപ്പോയി. അളിയന് ഇവിടുന്ന് എന്താ പറയുക, എനിക്ക് ടൗണിലേക്ക് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് ഹൈവേ കൂടെ തന്നെ നേരെ പോയാൽ മതി വീട്ടിലേക്ക്. അളിയന് ടൗണിലേക്കാണ്, അളിയൻ ടൗണിലാണ് താമസിക്കുന്നത്. അപ്പോൾ അളിയനോട് ബൈ പറഞ്ഞ് ഞാൻ വീട് പിടിക്കാൻ പോകും. അളിയൻ ഇനി ഫുട്ബോൾ കളിക്കാൻ പോകാമെന്ന് പറഞ്ഞു, സോക്കർ. എവിടെ പഞ്ചാബി ഉണ്ടോ അവിടെ ഒരു മസിൽ കാർ ഉണ്ടാവും.
നാട്ടിലേക്ക് കയറാൻ പോകുന്നു.